ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന നേരത്ത് എൻ്റെ വീടിൻ്റെ ജസ്റ്റ് ഔട്ട്ഡോറൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. കാരണം കുറേ പൂക്കളും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ പുറകെ കാണുന്ന ഇതാണ് എൻ്റെ വീട്. നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു സ്ലൈഡിങ് ഡോർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ആദ്യം തന്നെ കാണുന്ന ഒരു ചെറുമരം കേട്ടോ. ഇപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം ഒരു 3 വർഷത്തിനടുത്തായി. എൻ്റെ ഈ ഒരു വീടിനും വയസ്സ് 3 ഇപ്പോഴും അവിടെ ഇവിടെ ആയിട്ട് കുറേ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേയൊക്കെ പറിച്ച് ഉപ്പിലിടും, അതുപോലെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വണ്ടി സെൻ. നമ്മുടെ ചെറുമരത്തിനോട് ചേർന്ന് നമ്മൾ ഒരു മാവ് നട്ടിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് ഇതിലായിട്ട് ഉണ്ടായിട്ടൊന്നുമില്ല, പക്ഷേ ഉണ്ടായൊരു മരമുണ്ട്. പാവം നമ്മുടെ അതിഥി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീടിൻ്റെ പുറത്തുനിന്നുള്ള ലുക്ക്. കണ്ടോ നമ്മുടെ ചെറുമരത്തിൽ കുറേ ചെറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടക്കാൻ നേരം നമ്മൾ വേറൊരു ചെടിയും കൂടി നട്ടു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, ഇതൊരു ടൈപ്പ് ഓറഞ്ചാണ്. കണ്ടോ, ഇതിപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, അവിടുത്തെ സ്ലൈഡിങ് ഗേറ്റ് കൂടാതെ ഫ്രണ്ടിലേക്ക് കയറാനായിട്ട് ഇവിടെ നിന്നും ഒരു ഗേറ്റ് ഉണ്ട്. കണ്ട് ഇത് കൂടാതെ നമ്മൾ മതിലിലേക്ക് കയറ്റി വിടാനായിട്ട് ഇതിലും ചെടി നട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അത് ഫുള്ളും പൂവൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഓർക്കുള്ള. കണ്ടോ, ഈ ഒരു ചെടി നമ്മുടെ ഈ ഒരു മതിൽ ഫുള്ളും പടർത്തി വിടാനാണ് ഉദ്ദേശിക്കണത്. പിന്നെ മറ്റൊരു ചെടി ഒരു ഗോൾഡൻ കളറായിരിക്കും ഇതിൻ്റെ ഇലക്കൊക്കെ. പിന്നെ ഇതിൻ്റെ ഓരോ പില്ലറുകൾ കണ്ടോ, അതിനകത്തൊക്കെ നമ്മൾ ബൊഗെയിൻവില്ല കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങ് ഉണ്ടായി വരണുള്ളൂ. ആ ഒരു വെള്ളപ്പൂവില്ലേ നമ്മൾ മതിലേക്ക് കയറ്റി വിട്ടെ, അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മളൊരു ബഡ് മാവ് നട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, കഴിഞ്ഞ വർഷം തൊട്ട് ഇതിനകത്ത് മാങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഏകദേശം എൻ്റെ ഒരു ഹൈറ്റൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു മാവിന്. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മഞ്ഞ ചെടിയിൽ ഒരു പയറൊക്കെ കയറി പോയിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പിന്നെ വാഴയുണ്ട്. ഈ സൈഡിലൊക്കെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ചെറിയൊരു പോട്ടിലുണ്ടായിരുന്ന ചെടി ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടതാണ്. മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വലുതായിട്ടിട്ടുണ്ടാവണം. പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെടിയുണ്ട്. പിന്നെ നമ്മളവിടെ ഹാങ് ചെയ്യാനായിട്ട് 1-2 പ്ലാന്റൊക്കെ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ച് ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഭയങ്കര വെയിലായ കാരണം നമ്മൾ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു തൈ നമ്മൾ കണ്ടു പടർത്തി ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പയ്യെ തണലൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ വയ്ക്കണേ. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് പടർത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് നെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇത് കൂടാതെ നമ്മൾ 2 തൈ നട്ടിട്ടുണ്ട്. ക്യാറ്റ്സ് പൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുടെ. ഞാൻ കഴിഞ്ഞ ദിവസം റീലിലൊക്കെ ഒരു മഞ്ഞ കളർ പൂവുണ്ടായിട്ട് ഇങ്ങനെ പടർന്നു തരുന്ന ഒരു ചെടിയുണ്ട്. അതിൻ്റെ തൈ നട്ടിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ചെറുതാണ്, ഉണ്ടായി വന്നോളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ പടർത്തി കയറ്റി വിടാനാണ് പ്ലാൻ. ഇതൊക്കെ പയ്യെ പടർന്ന് കയറി വരുന്നുള്ളത് ഇവിടം വരെ എത്തി. കണ്ടോ, ഈ സ്ലൈഡിങ് ഗേറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ബൊഗെയിൻവില്ലയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇത് വയലറ്റ് അല്ലേ? വയലറ്റും അതുപോലെ തന്നെ ഓറഞ്ചും. നമ്മൾ നേരത്തെ പടർത്തി വിട്ടേക്കണ ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് ചെടിയിൽ കണ്ടോ, ഫാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീടിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരാൻ നേരത്തത് ഇവിടെ നമ്മൾ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് കായ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 മാങ്ങ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കുറേ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം അങ്ങ് ചാടിപ്പോയി. കണ്ടോ, ഇവിടെ നമ്മൾ കുറേ ചെടികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയും കലാവിരുദ്ധകളാണ് കേട്ടോ ഈ ചെടികളൊക്കെ. പിന്നെ ഇവിടെ ഒരു ഡ്രമ്മിൽ നമ്മൾ ആമ്പൽ നട്ടിട്ടുണ്ട്, ഒരു ബ്ലൂ കളർ. കൂടാതെ ഇതിനകത്ത് കുറേ ഗപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നല്ല രസമാണ് കേട്ടോ സ്ഥലം. കാരണം വീട് പണിയുന്ന ആ ടൈമിൽ ഇവിടെ ചെടി അല്ലെങ്കിൽ ഒരു മരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായില്ല. ഫുൾ ഓഫ് വെയിലാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് വെയിലിന് ആശ്വാസമൊക്കെ ഉണ്ട്. കുറച്ച് ചെടികളൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ. ഈ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ്. കഴിഞ്ഞ എൻ്റെ ഒരു വിഷുവിൻ്റെ വ്ളോഗിൽ കാണാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് ചക്കയാണ് നമ്മൾ കണി വെക്കാൻ വേണ്ടി എടുത്തത്. ഈ പ്രാവശ്യം കുറേ ചക്ക കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ നമ്മൾ പറിച്ചു. അതുകൂടാതെ നമ്മളിവിടെ കുറച്ച് ചെടികളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നാരങ്ങ, പിന്നെ ഇവിടെ കുറ്റിക്കുരുമുളക്, പിന്നെ കുറച്ച് മുളക്, പിന്നെ തക്കാളി നട്ട് വെച്ചിട്ടുണ്ട്. പയർ,
ഈ പയറിന് വേണ്ടിയിട്ട് നമ്മൾ പന്തൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ. പിന്നെ ഇത് വാഴയിൽ ഇത് ഇപ്പോൾ കൊലയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതാണ് അലക്കുന്ന സ്ഥലം കണ്ടോ. ഇവിടെ ഒരു വാഴയുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു പാവയ്ക്ക കഴിഞ്ഞ ദിവസം ഉണ്ടായിക്കണേന് നമ്മൾ പന്തൽ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുക്കളയോട് ചേർന്നുള്ള വർക്ക് ഏരിയ കണ്ടോ. ഇവിടെ നമ്മളൊരു അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അമ്മ നട്ട് വെച്ചാണ് കുറേ ചെടികൾ ഈ സൈഡിൽ കണ്ടോ. കുറേ ചെടികൾ ഈ സൈഡിൽ ഈ നട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ അടുക്കള കണ്ടോ. മണി പ്ലാന്റ് ഇതിനകത്ത് ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ വീടിൻ്റെ ടോപ്പിൽ അവിടെ കുറേ വർക്കുകൾ കാര്യങ്ങളൊക്കെ വരാനുണ്ടായിരുന്നു. പിന്നെ ഇത് ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭിത്തിയുണ്ടോ, അവിടെയും കുറേ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വീടൊക്കെ പണിത് ഇനിയിട്ട് ചെയ്യാമെന്നൊക്കെ ഓർത്താണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട ഒരു പട്ടിയില്ലേ, ആ ഒരു പട്ടിക്ക് ഒരു വലിയൊരു സ്റ്റോറി പറയാനുണ്ട്. ആ ഒരു സ്റ്റോറി ഞാനൊരു മറ്റു വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.